നമ്മുടെ തൊട്ട് മുമ്പിലെ കടുവ നിക്കണേ നോക്കിയേ. കരടി 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 നോക്കണം. അങ്ങോട്ട് വയ്ക്കാം. തല കീഴാൻ പറ്റിയ പക്ഷി നിൽക്കുന്നുണ്ടാ. കണ്ടാമൃഗം അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പാപ്പം കൊക്കടാ നടന്ന് പോണോക്കി. അമ്മ എന്താ അതിന്റെ ഒരു പൊക്കം നോക്കി. നമസ്കാരം, ഞാൻ ജോബി ചോന്നമുണ്ട്. ഞാനിപ്പോ ഉള്ളത് ബാങ്കോക്കിലാണ് കേട്ടോ. എന്റെ ഈ പുറകിൽ കാണുന്നത് സഫാരി പാർക്കാണ്. 1000 ഏക്കർ സ്ഥലത്ത് എന്തൊക്കെ ഉള്ളതെന്നുള്ളത് പറഞ്ഞു കേട്ടോടത്തോളം പ്രിൻസേ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചകളുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിൽ പോയി ആ കാഴ്ചകളെ കണ്ടു വന്നതിന് ശേഷം നമുക്ക് പറയാല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ ആ സഫാരി ഓപ്പൺ സൂവിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറാൻ പോവാണ് കേട്ടോ. ഒരുപാട് അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മളെയൊക്കെ അവിടെ കാത്തിരിക്കുന്നത്. അപ്പൊ ദൂരം കൊക്കിടാന്ന് നോക്കിയാൽ റോഡ് സൈഡിൽ ഇങ്ങനെ കാണുന്നത്. ഇതിന്റെ പേരോ ഊരോ ഒന്നും നമുക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, ഓപ്പൺ സൂ ആണല്ലേ ഫ്രണ്ട്സേ. അതായത് മൃഗങ്ങളെ തുറന്നിട്ടിരിക്കുന്ന ഒരു സൂ ആണ്. ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയേ. ഓ, കാഴ്ച ഗംഭീരം മക്കളെ, ഗംഭീരം, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതിന്റെ ഒരു ഭംഗി നോക്കിയേ. അവർക്ക് ഇരിക്കാനായിട്ട് നല്ല അടിപൊളി സെറ്റിങ്സ് ഒക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ആ മരത്തിന്റെ മുകളിലൊക്കെ ഇരിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്ക് നോക്കിയ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു പാർക്കും അതിലുപരി എന്താ പറയാ ഈ കൊക്കുകൾ ഇരിക്കണത് കേട്ടാ. കൊക്കുകളെ കണ്ട് ഇങ്ങനെ വന്ന് നോക്കുമ്പോ ഒട്ടകങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. തൊട്ടപ്പുറം സീബ്ര തൊട്ടുപ്രദേ സീബ്ര. ഇതേ അപ്പാപ്പം കൊക്കടാ നടന്ന് പോണോക്കി. അമ്മ എന്താ അതിന്റെ ഒരു പൊക്കം നോക്കിയടാ. കഴുത്താല അനങ്ങളില്ല, കണ്ണിങ്ങനെ നോക്കണ്ടിട്ടാ. ഇതേ തൊട്ടപ്പുറത്ത് സീബ്രകൾ നിൽക്കുന്നുണ്ട്, അതിന്റെ ഇപ്പുറത്ത് ഒട്ടകം നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ എന്താ പറയാ നാഷണൽ ജിയോഗ്രാഫി അതേപോലുള്ള ചാനലുകളിൽ മാത്രം ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടേക്കണേട്ടാ. ഇതിപ്പോ നമ്മൾ ഓപ്പൺ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ നമ്മളൊന്നും ചെയ്യില്ല. ഓ, കാഴ്ച എന്ന് പറഞ്ഞ മോനെ അടിപൊളി. സഫാരി വേൾഡില് ഇതിനെന്താ പറയാന്ന് പറഞ്ഞേ? ഇത് മറൈൻ സഫാരി ഓപ്പൺ സൂ. സഫാരി ഓപ്പൺ സൂ ആണ് കേട്ടോ. ഏടാ നോക്കി കണ്ട റോഡിന്റെ സെന്ററിൽ വരെയാണ് ഇതേ ഇങ്ങനെ കൊക്കുകൾ നിൽക്കുന്നത്. നമ്മൾ വരുമ്പോ മെല്ലെ ഇങ്ങനെ മാറിപ്പോകും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വരണവർ അവർക്ക് അറിയാം എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത്. ഈ കൊക്കിന്റെ പേരെന്താ? മറാബർ സ്ട്രോക്ക്. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മറാബർ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമുക്കൊരു കാട്ടിലൊന്നും പോയിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ നേരിട്ട് ഇത്രയും മൃഗങ്ങൾ ഒരുമിച്ച് കാണാൻ പറ്റുമോ? അത് തായ്ലാന്റില് ബാങ്കോക്കില് ഏറ്റവും കൂടി വന്നു കഴിഞ്ഞാ. പക്ഷെ ഈ ഒരു കാഴ്ച, അതായത് തുറന്ന ഓപ്പൺ സൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിശയിപ്പിക്കുന്ന കാഴ്ച. തലയോർത്ത് ജീവിക്കണമെന്ന് കാണിക്കുന്ന ഒരു മൃഗമാണ് ആ നിൽക്കുന്നത്. ഇതാ നിക്കണത് അല്ലേ, ജിറാഫ് എന്ന് പറയുന്ന സംഭവം. തല പൊക്കി പിടിച്ച് നിൽക്കത്തുള്ളൂ. നോക്കടാ, ഒറ്റ നോട്ടത്തിൽ കണ്ടത് അന്നങ്ങളില്ലേ, എത്ര പൊക്കത്തിലാടാ ദൈവമേ. അവര് സഫാരി വേൾഡിന്റെ വണ്ടികളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ജിറാഫിന് അതേ അവിടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടാ. ദേ നോക്കി, ഒരു ശല്യവും ഇല്ല, സേഫാണ്. അവര് കാലൊക്കെ പൊക്കി വെച്ച്, കാല് പൊക്കി വെക്കേണ്ട കാര്യമില്ല, നേരെ നിന്നാ മതി. ജിറാഫിനെ എത്ര അടുത്തുനിന്ന് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ജിറാഫിനെ കണ്ടു കഴിഞ്ഞു. കണ്ടാമൃഗമാണ് ഈ കാണുന്നത് കേട്ടോ. അതേക്ക് ഒരു മരക്കുറ്റീനെ ആശാൻ ഇടിച്ച് പൊളിച്ച് മരത്തിന്റെ ഒരു പകുതി കളഞ്ഞിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് സീബ്ര നോക്കിയേ. എബി വേണമെങ്കിൽ കൈകൊണ്ടും തൊട്ടോ, ഒരു അനക്കില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ, ഇവരെല്ലാരും ഒരുമിച്ചാണ്. ഭയങ്കര സാഹോദര്യ സ്നേഹമാണ് കേട്ടാ. ഒരു പ്രശ്നങ്ങളും ഇല്ല, അടിച്ചു പൊളിച്ചത്. ആ മരക്കുറ്റിയുമ്പോ ആശാൻ തട്ടി നിൽക്കുന്നുണ്ട് കേട്ടാ. പ്രതിമ നിക്കണ പോലെ നോക്കി, അതിന്റെ വായ നോക്കിയാൽ അടുത്തേക്ക് വരണ്ടാ. എബി കണ്ടാമൃഗം അടുത്തേക്ക് വരുന്നുണ്ട്. ഏടാ അമ്മോ ചേട്ടാ, വരുന്നുടാ. കഴിഞ്ഞത് കണ്ടാമൃഗത്തിനെ കണ്ടു കഴിഞ്ഞപ്പോ കാൺകുളിർക്കെ മാനുകളെ കാണാന്ന് വിചാരിച്ച് നോക്കി കഴിഞ്ഞപ്പോ ഇടത് സൈഡിൽ 3 ഉണ്ട്, റൈറ്റ് സൈഡിൽ 2 ഉണ്ട്. മാനുകൾ കുറവാണ്. പക്ഷെ ഇപ്പുറത്താടാ കണ്ടാ മാറി നിക്കണ്ടിട്ട് അവിടെ ഇവിടെയൊക്കെ. അയ്യോ, 3 പക്ഷി. ശരിക്ക് മയിലിന്റെ വാല് പോലെയല്ലേ നോക്കിയാ. അത് എന്ത് പക്ഷി അത്? അതിന്റെ തലയിൽ കണ്ട കിരീടം ഇരിക്കുന്നുണ്ടോ? എന്റെ പൊന്നെ. പക്ഷെ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റില്ല. റൈറ്റ് സൈഡിൽ മാനുകൾക്ക് തീറ്റ കൊടുക്കുന്ന കാഴ്ചയാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഓരോരുത്തർ വന്നത് ഭക്ഷണം മേടിച്ചു പോകണോക്കെ. ഓരോരുത്തർ വന്ന് തല പൊക്കി പിടിച്ചിട്ട് എനിക്കുള്ള ഭക്ഷണം തായോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കണ്ടാ. നോക്കിയേ, ആ വണ്ടി വന്ന് നിൽക്കുമ്പോ എല്ലാവർക്കും അറിയാം ഭക്ഷണത്തിന്. അത് കണ്ട എല്ലാരും തല വലിക്കണ കണ്ട. സാധാരണ കാളയാണ്, പക്ഷെ അതിന്റെ കൊമ്പ് നോക്കിയ മോനെ, ഒറിജിനൽ നല്ല നോക്കിയ മിനിക്ക് പോളിഷ് ചെയ്ത പോലെ അല്ലേ. എന്തുട്ട ഈ കാണണേ. അയ്യോടാ, എന്ത് ഭംഗിയെ കാണാൻ. ഞാൻ ഇങ്ങനത്തെ ഒരു മാന ആദ്യമായിട്ടാ കാണണേ. കഴുകി വൃത്തിയാക്കി എന്ത് നീറ്റായിട്ട്. തൊട്ടപ്പുറത്ത് ഒരാൾ അവിടെ കിടക്കുന്നുണ്ട്. നിപ്പ് നോക്കടാ, അതിന്റെ കൊമ്പ് നോക്കടാ. നമ്മളിങ്ങനെ ഭയങ്കര അത് തന്നെയല്ലേ, അതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച പോലെടാ ശരിക്കില്ലേ. എന്റെ പൊന്നെ, ഇതേ പോണ്. ഇത് എന്ത് മാനാ പറയതിന്. അമ്പനൊരു ഒട്ടക പക്ഷി നോക്കിയാ നടക്കണം. നോക്കിയേ, ഒരു എത്ര ഹൈറ്റാ നോക്കിയത് അല്ലേ. അതെ, അങ്ങോട്ട് വയ്ക്കാം. തല കീഴാൻ പറ്റിയ പക്ഷി നിൽക്കുന്നുണ്ടാ.
ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഞാൻ കാണാത്തൊരു കാഴ്ചയാണ്. ശരിക്ക് മയില് പോലെ ഉണ്ട്, പക്ഷെ മയിലൊന്നും അല്ല അല്ലേ? എന്താ അവന്റെ ഒരു ഭംഗിന്നൊക്കെ. ഒരു രാജാവോ രാജ്ഞിയൊക്കെ നിൽക്കുന്ന പോലെ കിരീടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ചാ നിൽക്കുന്നു. കാലക്ക് ഇതാ കണ്ട മക്കളെ, ചിറക് വിരിച്ച് നിൽക്കുന്ന ആ കൊക്കിനെ നോക്കിയ എന്താന്ന് നോക്കിയ ആള് മീനെ കൊത്തി തിന്നാനായിട്ട് ഇങ്ങനെ ഉന്നം പിടിച്ച് നിക്കാണ് കേട്ടാ. ഇതാ കണ്ട മക്കളെ, സിംഹം കിടക്കണ കിടപ്പ് കണ്ട. അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കുമ്പോ തന്നെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും വണ്ടിയുടെ ഡോറ് തുറക്കില്ല, നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ. പുറത്ത് ഒരു കാരണവശാലും ഇറക്കില്ല. 4 സിംഹങ്ങൾ കിടക്കണ കിടപ്പ് കണ്ട. ഇതാ തൊട്ടിപ്പുറത്ത് ഒരു വണ്ടി അവര് സ്ഥിരം അതതിന്റെ ഓണറാവോ കിടക്കണ കിടക്കുന്നൊക്കെ. സിംഹത്തിന് മുതലാളിയൊന്നും ഇല്ല അതൊക്കെ. ഈ കിടക്കുന്നതാണ് ആൺസിംഹം. ആൺസിംഹം. ഇതിന് ജടയുണ്ട്. ഈ ജടയുള്ളത് ആണാണ്. വിട്ടോ ഓ എണീറ്റൂടാ. എന്റെ മോനെ, ഇത് എന്തുട്ടാടാ സിംഹം. സിംഹത്തിന് എത്ര അടുത്ത് കാണുന്നത് ആദ്യമായിട്ടല്ലേ? അതെ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സിംഹത്തിനെ തിരുവനന്തപുരം മൃഗശാലയിലൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇത്രയ്ക്കും മൃഗശാലയിൽ ഓപ്പൺ ആയിട്ട് കാണുന്നത് ആദ്യമായിട്ടല്ലേ? എബി, മുന്നോട്ടുള്ള യാത്രക്ക് നിനക്ക് എന്തെങ്കിലും അല്ല ചെറിയ പേടിയുണ്ടാ? എന്റെ മോനെ, അതായത് ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമല്ലേ? ഇങ്ങനെ ഒരു കാഴ്ച ശരിക്ക് ഞെട്ടിച്ച് കളഞ്ഞൊരു കാഴ്ച. അത് നമ്മുടെ തൃശ്ശൂരുള്ള ആ 4 കമ്പിയുടെ ഉള്ളിൽ കിടക്കുന്നത്. ഇത് തൊട്ടടുത്താണ് ജോബി ചേട്ടാ. എബിയുടെ കാൽമുട്ട് കൂട്ടിടിച്ചിട്ട് ചെണ്ട അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെന്റെയാണ്, എബിയുടെ അല്ല. എബിക്ക് കുഴപ്പമില്ല, ഞാൻ പുറത്ത് പറയണ്ട സംഭവം. എബി, റൈറ്റ് സൈഡിൽ ഒരു കടുവയാണത്. എടാ, അത് അപ്പുറത്താ ഇപ്പുറത്താ? കമ്പിയുടെ അപ്പുറത്താ? അല്ലാന്ന് അതേ നേരെ നോക്കുന്നേ. നമ്മുടെ തൊട്ട് മുമ്പിലെ കടുവ നിക്കണേ. അതേ നോക്കിയേ. എന്റെ മോനെ, നീ അങ്ങോട്ട് മുമ്പിലേക്ക് നോക്കടാ. അതേ നോക്കടാ, ഒരെണ്ണം ദേ മരത്തിന്റെ മുകളിൽ കേറി കിടക്കണു. ഇവിടെ ഡോറൊന്നും തുറക്കാൻ പാടില്ല. എത്ര അടുത്ത് ബ്രേക്ക് ഡൗൺ ആയാൽ പോലും ഹോൺ അടിക്കുക ചെയ്യാവുള്ളൂ. ഒരുപാട് റൂൾസ് ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലേ? ഒരിക്കലും നമ്മൾ ഇറങ്ങി ഓടരുത്. ഇല്ല, ഒന്നും ചെയ്യരുത്. കൂട്ടക്കടുവ പോണ. അപ്പോ എന്ത് പൊക്കത്തിലടാ. ഇത്ര അടുത്ത് കടുവേനെ കാണാൻ പറ്റുന്നത് ഒരു പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടാ. എഴുന്നേറ്റു നടന്നങ്ങോട്ട് പോകുന്നുണ്ട്. അതെ, പരസ്പരം അവര് ഒരുത്തിന് അവിടെ കിടന്ന് പുറം ചൊറിയണു, അങ്ങോട്ട് ചൊറിയണു, ഇങ്ങോട്ട് ചൊറിയണു. നോക്കി, ആഹാ, നേരെ വന്ന് 2 പേരും തലോടി ഉമ്മ വെച്ച്. അത് തൊട്ടപ്പുറത്ത് ഒരാള് നോക്കി കിടക്കുന്നുണ്ട് കേട്ടാ. പൊട്ടാംസ് ഇതേ കിടക്കുന്നുണ്ട് കേട്ടാ. തൊട്ടപ്പുറത്ത് മാനൊക്കെ നിൽക്കുന്നു. നോക്കി അപ്പുറത്ത് നോക്കി, റൈറ്റ് സൈഡിൽ. അതെ, ഒരുത്തനും കൂടി പൊങ്ങിയിട്ടുണ്ട്. ഇനിയും പൊങ്ങും തോന്നുന്നുണ്ട് കേട്ടാ. നോക്കട്ടെ, വെള്ളത്തിന്റെ അടിയിൽ കിടക്കണ കാരണം ഇത് എത്ര ആളുണ്ട് എന്താണെന്ന് അറിയില്ല. അതേ താന്നിട്ടുണ്ട്. എബി, ദേടാ കരടി നോക്കടാ. 1 അല്ലടാ, 2 അല്ല, 3 അല്ല, 4 അല്ല. ദേ അപ്പുറത്തൊക്കെ എടാ, ഇതാണ് കരടി. നോക്കടാ, ദേ ദൈവമേ, തൊട്ടടുത്തേക്ക് വരണം. നോക്കിയേ, നിറച്ച് രോമായിട്ട് നോക്കിയ കയ്യും. എന്ത് വലുപ്പത്. അയ്യോ, ഇത്ര അടുത്താണ് നമ്മള്. വാലില്ലട കരടിക്ക് വാലില്ല കേട്ടാ. അത് ഇപ്പഴാ അറിയണേ. നോക്കിയേ. ഇതേ കണ്ട നടന്ന് വരണ നോക്കിയേ. ഇവൻ പ്രശ്നക്കാരനാ. പൊക്ക അടുത്തേക്ക് പോട്ടെ. അപ്പൊ നമ്മളിത് ഇങ്ങനെ വീണ്ടും വരുന്ന വഴിക്ക് യമൂനെ കണ്ടു കേട്ടാ. യമു നോക്കി, കഴുത്തൊക്കെ. യമുവിന്റെ ഇറച്ചിയൊക്കെ ഇങ്ങനെ വിൽക്കാനും കൊടുക്കാനൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാണ് യമു എന്ന് പറഞ്ഞ സാധനം. ചേട്ടാ മെല്ലെ പോട്ടെ ചേട്ടാ. കാട്ടുപോത്തിന്റെ കൂട്ടങ്ങളെ ഒരുമിച്ച് കാണണമെങ്കിൽ കണ്ടോ. ഇതാണ് കാട്ടുപോത്ത്. തൊട്ടടുത്ത് കാണാം. നല്ല സേഫ്റ്റിയോട് കൂടി ഞാൻ കണ്ട. അവര് കറണ്ട് കമ്പി അങ്ങോട്ട് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇപ്പുറത്തേക്ക് ചാടി കിടക്കാൻ പറ്റില്ല. അതിന്റെ ഫ്രണ്ടിൽ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് കാട്ടുപോത്തുണ്ട്. പക്ഷെ വേറെ കാര്യം ഉണ്ടാ. ഈ കാട്ടുപോത്തിന്റെ കാലില് എന്ത് വലുപ്പം നോക്കി, ഒരു വെള്ളപ്പാണ്ട് ഉണ്ടാവില്ലേ? ഇവിടുത്തെ അവിടുത്തെ കയറി വരുന്നുണ്ട് കേട്ടോ. അതേ നോക്കി ഇത് കണ്ട. അവ ഒത്തിരി പ്രശ്നക്കാരനാണ് അതേ ഇവൻ. അതെ, ഞാൻ ഇവിടുന്ന് ഇൻട്രോ പറഞ്ഞു പോയപ്പോ ഒരു കാരണവശാലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ മക്കളെ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വേറൊരു ലോകമാണ്. അതായത് അഴിച്ചിട്ട ഒരു പാടം അല്ലേ? അതിനകത്ത് ഒരുപാട് മൃഗങ്ങളുണ്ട്. അതായത് ശരിക്കും ആയിരക്കണക്കിന്, അതായത് കൊക്ക്, സിംഹം, പുലി, കരടി തുടങ്ങിയിട്ടൊക്കെ തൊട്ടടുത്ത് കാണുന്ന പറഞ്ഞ. എബി, നീ തൊട്ടടുത്ത് കണ്ടണ്ട? അതും പ്രത്യേകിച്ച് അവര് അത് തന്നെയല്ല, ഇത് ഭീകരന്മാരായിട്ടുള്ള ആളുകൾ ഉള്ളിടത്ത് ഇവര് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. അതേപോലെ സേഫ്റ്റിക്കൊക്കെ ആളുണ്ട്, സേഫ്റ്റി കാർ ഉണ്ട്.
അതായത് ഇത് കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ മലയാളികളുണ്ടാവും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പം നമ്മുടെ വീട്ടിലിരിക്കുന്ന കുറേ അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. അവർക്കൊന്നും നേരിട്ട് വന്നിട്ട് ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഒരു കാരണവശാലും പറ്റില്ല. എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതെ, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. അവർക്ക് നേരിട്ടൊന്നും ഈ കാഴ്ച കാണാനായിട്ട് പറ്റില്ല. അപ്പം എന്നിലൂടെ അത് അവരിലേക്ക് എത്തിക്കുകയാണ്. പിന്നെ ആർക്കെങ്കിലും തായ്ലൻഡ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബേബി ചേട്ടൻ്റെ ക്രസ് ട്രാവൽസിലൂടെ വരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മലയാളികളെയാണ് അദ്ദേഹം തായ്ലൻഡ് കാണിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ഒരുപാട് ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, ഇതിന്റെ മുക്കും മൂലയും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസതയോടുകൂടി വരാൻ പറ്റുന്ന ഒരു ട്രാവൽസ് ആണ് ക്രസ് ട്രാവൽസ്. അപ്പൊ നമ്പർ ഞാൻ കൊടുക്കാം, തീർച്ചയായിട്ടും ബന്ധപ്പെടാം. എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു. അതെന്താ? അത് ഗുഡ് ബൈ. ഓക്കെടാ.